തനിക്ക് ചിലപ്പോ ഈശ്വരപിള്ള ചേട്ടന്റെ ബാധ കയറും. അല്ലാതെ ഇതിനൊക്കെ ഇപ്പൊ എന്താ പറയണ്ടേ? ഞാൻ അവളെ ഒരുപാട് ഉപദ്രവിച്ചു. തെറ്റ് ശരിയൊന്നും അല്ലല്ലോ ഭാര്യ സാറേ. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാനങ്ങനെ അപമാനിക്കരുതായിരുന്നു. വീട്ടിൽ വിളിച്ചോണ്ട് വന്ന് കൈയും കാലം തല്ലിയൊടിച്ചാലും സഹിക്കും. ജീവിക്കണ്ടെന്ന് കരുതി എന്തെങ്കിലും ചെയ്തു കളയോ വാരി സാറേ? പ്രായം അതല്ലേ, മാനക്കേടും സങ്കടവും കാരണം എന്റെ ഈശ്വര ഒന്നും വരുത്തല്ലേ. മിണ്ടടിക്ക്. ഷാപ്പിൽ കയറാൻ ധൈര്യം കാണിച്ച ഒരു പെണ്ണ് ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല. അവളിപ്പോ ഡോക്ടറുടെ അവിടത്തെയാണ്. എനിക്ക് അവളെ കാണണം. അവളാകെ വല്ലാത്തൊരവസ്ഥയിലാ. ഞാൻ അവളെ, എനിക്കതാ പേടി. അവള് വല്ല അവിവേകം. എടാ നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ അവളിവിടെ വന്നിരുന്നു. എല്ലാ കാര്യവും അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞു. കുറെ കരയട്ടെ എന്ന് ഞാനും കരുതി. അങ്ങനെയെങ്കിലും ആ ടെൻഷൻ അങ്ങ് മാറുമല്ലോ. അവൾക്ക് ശരിക്കും കുറ്റബോധം ഉണ്ടടാ. ചെയ്തതെല്ലാം തെറ്റായി പോയി എന്ന് നല്ല ബോധ്യമുണ്ട്. പക്ഷെ നീ ഒരു സിംഹത്തെ പോലെ അവളെ കടിച്ചു കയറാൻ അവളുടെ പ്രായവും മനസ്സും ഒന്നും മനസ്സിലാക്കാനുള്ള ക്ഷമ നിനക്കില്ല. സ്നേഹം എന്ന് വെച്ചാൽ നിനക്കൊരു തരം ഭ്രാന്ത. അതാ അവള് നിന്റെ അടുക്കൽ വരാതെ ഹോസ്റ്റലിലോ ഫ്രണ്ട്സിന്റെ വീടുകളിലോ എവിടെയെങ്കിലും ഉണ്ടാവും. നീ സമാധാനമായിട്ട് പോ. എനിക്ക് അവളെ കാണാതെ എങ്ങനെ സമാധാനം ഉണ്ടാവും? സോറി. ട്രീസും ബീനൊക്കെ എവിടെ? അവരേത് പ്രോഗ്രാമിന് പോയി. ഓക്കെ, ക്യാരി ഓൺ. ഓക്കെ, ബൈ. ബൈ. എന്നോട് പറയാതെ പോയല്ലേ, നീ വരട്ടെ. മീനു, മീനു, മീനു പ്ലീസ്, മീനു പ്ലീസ്, മീനു പ്ലീസ്. എന്താ ഇത്? മീനാക്ഷി ഇവിടെ ഉണ്ടോ? ഇല്ല ഇല്ല, ഇവിടെ വന്നില്ല. ഹോസ്റ്റലിലും കോളേജിലും അന്വേഷിച്ചു, കണ്ടില്ല. ഇവിടെ ഉണ്ടാവും പറഞ്ഞു. ഇല്ല, വന്നിട്ടില്ല. അല്ല, ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാ. എന്താ? അല്ല, മീനാക്ഷി എവിടെ? നീ വളരെ മീനാക്ഷി എവിടെ? ഇത് കുടിക്കേ. എനിക്ക് ചേട്ടത്തിനെ കാണണം. ചേട്ടത്തിന് എവിടെ പോയി? എനിക്ക് കാണണം. എനിക്ക് എന്നെ വീട്ടിൽ പോണം. നീ കിടക്ക്. ഫിസിക്കലി യു ആർ വീക്ക്. ഫസ്റ്റ് എടുത്തേ പറ്റൂ. എനിക്ക് ചേട്ടത്തിനെ കാണണം. വേണ്ട, ഉടനെ നീ കാണണ്ട. ഹലോ. ഇവിടിപ്പോ എന്താ വേണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടോണ്ടിരിക്കാൻ വയ്യ. മീനാക്ഷി അവനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. എന്ത് ചെയ്യാനൊക്കെ? അവളെ കാണിക്കാതിട്ട് എന്താ കാര്യം? അവള് പറഞ്ഞല്ലേ പറ്റൂ. നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെടുക നല്ലത്.
മീനു, അവിടെ ചെല്ലുമ്പോ ചിലപ്പോ ഉണ്ണികൃഷ്ണന്റെ അവസ്ഥ. ചേട്ടച്ചൻ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു സങ്കടവും ഇല്ല. എന്നെ ശരിക്കും വേദനിപ്പിക്കണം, എന്നാലും എനിക്ക് സമാധാനമാവൂ. എന്റെ ചേട്ടച്ചനെ എനിക്കറിയാം. ദേഷ്യം വന്ന കണ്ണും മൂക്കും ഇല്ലാതെ എന്തും പറയും, എന്തും ചെയ്യും. പക്ഷേ കുറച്ച് കഴിയുമ്പോ ആളങ്ങ് മാറും. എന്നിട്ട് എന്റെ അടുത്ത് ഒന്ന് പറയും. അറിയാം, നിന്നെ അടിച്ചതും വഴക്ക് പറഞ്ഞതൊക്കെ അച്ഛനാണ്. നീ അത് മൈൻഡ് ചെയ്യണ്ട. ഇപ്പൊ നിന്നെ വിളിക്കുന്നത് ചേട്ടനാണ്. ചേട്ടന് നിന്നോട് ഒരു ദേഷ്യമില്ല, ഒത്തിരി ഒത്തിരി ഇഷ്ടമാ എന്നൊക്കെയല്ലേ. കളിക്കാൻ പോയിരിക്കാം. നീ വരട്ട് നോക്കിയോ. മഴയായിട്ട് ഇവിടെ കളിക്കാം. കമ്പെടുത്തിട്ട് അവർക്ക് രണ്ടെണ്ണം നോക്കിയപ്പോ ഇവിടെ മീനാക്ഷി ഒരു കാര്യം കേൾക്കാതെ മഴയത്തോടെ മീനാക്ഷി മീനാക്ഷി ഉണ്ണി ഉണ്ണി പറഞ്ഞ കേട്ടില്ല. അവക്ക് നല്ല അട്ടിയാൻ പിന്നെ ഇനി പോയി മഴ നനഞ്ഞേച്ച് വന്ന് പനി പിടിച്ചു കയറി വന്ന അടി. മീനാക്ഷി എവിടെ? മീനാക്ഷി എവിടെ? എന്റെ ദൈവമേ, മീനാക്ഷിയാ. മീനാക്ഷി 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 എന്താ പറ്റും ചേട്ടത്തിന്? ചേട്ടച്ചൻ ഒന്നും പറ്റിയിട്ടില്ല. മോളല്ലേ ഉള്ളൂ അയാൾക്ക്. നീ നഷ്ടപ്പെട്ടു പോയിന്ന് പേടിക്കുമ്പോ ഉള്ള ഒരാദി അത്രേ ഉള്ളൂ. മോള് വിചാരിച്ചാ മതി, ഒക്കെ ശരിയാവും. നീ ചേട്ടച്ചറ്റ പഴയ മീനാക്ഷി ആയാ മതി. കേൾക്കാറില്ല. പറ്റിക്കുക കുറച്ചാക്കുകാരം പഠിച്ചിട്ട് നമ്മളില്ലാതെ പറഞ്ഞൊന്ന് കേൾക്കാതിരിക്കുക. എടുത്ത് മിണ്ടണ്ട, എടുത്ത് കിടക്കാം. അട്ടി 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 വെച്ച് ഇത്ര ഇഷ്ടമായിട്ട് ഓരോ കാര്യം നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഇരിക്കും. മറ്റേ നോക്കും. ഞാൻ അല്ല മീനാക്ഷി
മീനാക്ഷി വന്നിട്ടേ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ അടി വെച്ചു കൊടുക്കും. ഇത്ര നേരമായിട്ട് ഞാൻ മീനാക്ഷി കാത്തിരിക്കുന്നു. അവളെ സദ്യ ഒരുക്കിയല്ല ഒരിക്കൽ പിറന്നാളിന് അവളുടെ ഊണ് കഴിക്കാതെ വന്നെങ്കിലും പിറന്നാളിന് ഊണ് കഴിക്കാതെ ഞാൻ എവിടെ അവളെ കഴിക്കത്തില്ല. ഞാൻ ഉറങ്ങത്തുമില്ല.